ദ മോസ്റ്റ് എക്സ്പെൻസീവ് ജേണി. നമുക്കറിയാം എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയേറിയ ആണല്ലോ. ജേണി എന്ന് പറഞ്ഞാലോ യാത്ര. അതെന്തായി? ദ മോസ്റ്റ് എക്സ്പെൻസീവ് ജേണി, ഏറ്റവും വിലയേറിയ യാത്ര എന്നായി. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ ജസ്റ്റ് തിരിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബോർഡിൽ കാണുന്ന ഓരോ വേർഡുകളും ചക്കച്ചോളയുടെ വലുപ്പത്തിൽ കാണാൻ കഴിയും. പിന്നെ ഇതൊരു ചെറിയ സ്റ്റോറിയാണ്, പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അഡ്വാൻസ്ഡ് വേർഡ്സുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ ലൈനാണ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് എൻഡ്യൂറിങ് ഹാർഡ്ഷിപ്സ്. ഇവിടെ കണ്ടോ, ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം ആണല്ലോ. ഇയേഴ്സ് പറഞ്ഞാലോ വർഷങ്ങൾ. അപ്പൊ ഇയേഴ്സിന്റെ കൂടെ ഓഫ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇയേഴ്സിന്റെ കൂടെ ഓഫ് വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം എന്നർത്ഥം. എൻഡ്യൂറിങ് നമ്മൾ ഒന്നാമത്തെ അഡ്വാൻസ്ഡ് വേർഡാണ് എൻഡ്യൂറിങ്. വെരി ലോങ് ടേം എന്താണ്? വെരി ലോങ് ടേം, വളരെ നീണ്ടു നിന്നാണ് അർത്ഥം. ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാലോ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ നോക്കാം. എവിടെ അറിയാം, ഇയേഴ്സ് ഓഫ് എൻഡ്യൂറിങ് ഹാർഡ്ഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം നീണ്ടു നിന്ന ബുദ്ധിമുട്ടുകൾക്ക് ശേഷം. വർഷങ്ങളോളം നീണ്ടു നിന്ന ബുദ്ധിമുട്ടുകൾക്ക് ശേഷം മായ ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ വിട്ടുപോയി. മായ ലെഫ്റ്റ്, മായ വിട്ടുപോയി, മായ ഉപേക്ഷിച്ചു. എന്തെന്നറിയോ? ഹെർ ഡെസലേറ്റ്. ഇവിടെ ഉണ്ടോ? ഡെസലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ അഡ്വാൻസ്ഡ് വേർഡാണ്. ഡെസലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി എംപ്റ്റി എന്നർത്ഥം. വെരി എംപ്റ്റി, വളരെ കാലിയായ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒറ്റപ്പെട്ട എന്ന് പറയാം. ഓക്കെ, വില്ലേജ് ഗ്രാമം. അപ്പോൾ എന്താണ്? ഹെർ ഡെസലേറ്റ് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഒറ്റപ്പെട്ട വില്ലേജ്, അവളുടെ ഒറ്റപ്പെട്ട ഗ്രാമം. അപ്പൊ അവളുടെ ഒറ്റപ്പെട്ട ഗ്രാമം അവൾ വിട്ടുപോയി. എന്തിനു വേണ്ടി? അതുകൂടി കിട്ടുള്ളൂ. ടു ഫൈൻഡ്, കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ കണ്ടെത്താൻ. എന്ത്? എ ബെറ്റർ ലൈഫ്. ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നല്ല എന്നാണ്. അപ്പൊ കൂടുതൽ നല്ല ഒരു ജീവിതം കണ്ടെത്താൻ വേണ്ടി മായ അവളുടെ ഒറ്റപ്പെട്ട ഗ്രാമം വിട്ടുപോയി, ഉപേക്ഷിച്ചു പോയി. ഓക്കെ, അടുത്താണ് ഡ്യൂറിങ്. ഡ്യൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ അല്ലെങ്കിൽ ഇൽ എന്നുള്ള അർത്ഥമുണ്ട്. അതെങ്ങനെ? ഡ്യൂറിങ് ഹെർ ജേണി. ഡ്യൂറിങ് ഹെർ ജേണി എന്നർത്ഥം അവളുടെ യാത്രക്കിടയിൽ, അല്ലെങ്കിൽ അവളുടെ യാത്രയിൽ എന്നും പറയാം. അങ്ങനെയും പറയാം. അവളുടെ യാത്രയിൽ ഷീ എൻറ്റേർഡ്. അവൾ പ്രവേശിച്ചു. എവിടേക്ക്? എ ക്യാപ്റ്റിവേറ്റിംഗ്. നമ്മുടെ മൂന്നാമത്തെ അഡ്വാൻസ്ഡ് വേർഡാണ് മക്കളെ, ക്യാപ്റ്റിവേറ്റിംഗ്. ക്യാപ്റ്റിവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി അട്രാക്റ്റീവ് അല്ലെങ്കിൽ വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാം. എന്താണ്? വെരി ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ വെരി അട്രാക്റ്റീവ്, വളരെ ആകർഷകമായ എന്ന് പറയാം. ഓക്കെ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാലോ കാട്. അപ്പൊ എന്തായി? ഷീ എൻറ്റേർഡ് എ ക്യാപ്റ്റിവേറ്റിംഗ് ഫോറസ്റ്റ്. അവൾ വളരെ ആകർഷകമായ ഒരു കാട്ടിലേക്ക് പ്രവേശിച്ചു. ആര്? മായ എന്ന് പറയുന്ന ആ പെൺകുട്ടി. എന്നിട്ടോ ആൻഡ് ഡിസ്കവേർഡ്. ഇവിടെ ഡിസ്കവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു എന്നർത്ഥം. ആരെ കണ്ടു? ആൻ അമേബിൾ വുമൺ. നമ്മുടെ നാലാമത്തെ അഡ്വാൻസ്ഡ് വേർഡാണ് അമേബിൾ. അമേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഫ്രണ്ട്ലി എന്നർത്ഥം. വെരി ഫ്രണ്ട്ലി, വളരെ സൗഹൃദപരമായ എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഡിസ്കവേർഡ് ആൻ അമേബിൾ വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗഹൃദപരമായ ഒരു സ്ത്രീയെ കണ്ടു എന്നായി. ആര്? ആ മായ എന്ന് പറഞ്ഞ പെൺകുട്ടി. ഇനി എങ്ങനെയുള്ള സ്ത്രീ ആയിരുന്നു? ലിവിങ്, താമസിക്കുന്ന. എവിടെ? ഇൻ എ ടൈനി കോട്ടേജ്. നമുക്കറിയാം കോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിൽ എന്നാണ്. കുടിൽ. അപ്പോൾ ടൈനി എന്ന് പറഞ്ഞാലോ വെരി സ്മോൾ അല്ലെങ്കിൽ വെരി ലിറ്റിൽ, വളരെ ചെറിയ എന്നാണ്. അപ്പോൾ വളരെ ചെറിയ ഒരു കുടിലിൽ താമസിക്കുന്ന വളരെ സൗഹൃദപരമായ ഒരു സ്ത്രീയെ കണ്ടു എന്നായി. ആര്? മായ. അതിനുശേഷം ദ വുമൺ, ആ സ്ത്രീ, ഓഫേർഡ്, ആ സ്ത്രീ നൽകി. ആർക്കെന്നറിയോ? ഹെർ. ആ സ്ത്രീ അവൾക്ക് നൽകി. എന്ത് നൽകിയെന്നറിയോ? എ ലാവിഷ്. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് വേർഡ് ലാവിഷ്. ലാവിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഫാൻസി എന്നർത്ഥം. വെരി ഫാൻസി എന്ന് വെച്ചാൽ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഡംബരമായ എന്നൊക്കെ പറയാം. ഓക്കെ, നമുക്ക് പറയാം സമൃദ്ധമായ എന്ന് പറയാം. സമൃദ്ധമായ ഒരു ഭക്ഷണം നൽകി. ആർക്കെന്നറിയോ? ആ മായ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക്. ഇനി അടുത്താണ് എ
ടെറിഫൈങ്. അടുത്ത പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് വേർഡാണ് മക്കളെ ടെറിഫൈങ്. ടെറിഫൈങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഫ്രൈറ്റണിങ് എന്നർത്ഥം. വെരി ഫ്രൈറ്റണിങ്, വളരെ പേടിപ്പെടുത്തുന്ന, വളരെ പേടിപ്പെടുത്തുന്ന. നോയ്സ് ആണല്ലോ ശബ്ദം അല്ലേ. എ ഫ്രൈറ്റനിങ് നോയ്സ്, വളരെ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം കെയിം ഫ്രം ഔട്ട്സൈഡ്, പുറത്ത് നിന്ന് വന്നു എന്നായി അല്ലേ. വളരെ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം പുറത്ത് നിന്ന് വന്നു എന്നായി. ആൻഡ് മായ ഫെൽറ്റ്. ഓക്കെ, എന്താണ് ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി എന്നർത്ഥല്ലേ. തോന്നി. എന്തോന്നറിയോ? അലാംഡ്. നമ്മുടെ അടുത്ത അഡ്വാൻസ് വേർഡാണ് അലാംഡ്. അലാംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഫ്രൈറ്റൻഡ് എന്നാണ്, വളരെ പേടിച്ചാണ് അല്ലേ, വളരെ പേടിച്ച. അപ്പം എന്തായി? പുറത്ത് നിന്ന് വളരെ പേടിപ്പെടുത്തുന്ന ശബ്ദം വന്നു. അതുപോലെ തന്നെ നമ്മുടെ മായ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തോന്നി, എന്തോന്നറിയോ? വളരെ ഭയം തോന്നിയെന്നായി. മായ ഫെൽറ്റ് അലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായക്ക് വളരെ അധികം പേടി തോന്നിയെന്നാണ്. ഓക്കെ. ഹൗ എവർ, ഇനി അടുത്താണ് ഹൗ എവർ. എന്നാൽ ദ വുമൺ സ്മൈൽഡ്, ആ സ്ത്രീ പുഞ്ചിരിച്ചു. എന്നിട്ട് ഷീ എക്സ്പ്ലെയിൻഡ്, അവൾ വിശദീകരിച്ചു. എന്തെന്നറിയോ? ദാറ്റ്. ഇവിടെ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് അല്ലെങ്കിൽ എന്ന് എന്നർത്ഥം. അതെങ്ങനെ? കണ്ടോളി. കറേജ് വാസ് ക്രൂഷ്യൽ. നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് വേർഡാണ് ക്രൂഷ്യൽ. ക്രൂഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട എന്നാണ്. ഓക്കെ. ഡ്യൂറിങ് എന്ന് പറഞ്ഞാലോ ഇടയിൽ അല്ലെങ്കിൽ ഇൽ എന്നുള്ള അർത്ഥം അല്ലേ. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള. ടൈംസ് എന്ന് പറഞ്ഞാലോ സമയങ്ങൾ. അപ്പം എന്താ കണ്ടോളി, ബുദ്ധിമുട്ടുള്ള ആണ്. ഡിഫിക്കൽട്ട് ടൈംസ് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ. അതിന് മുന്നേ ഡ്യൂറിങ് വന്നുകൊണ്ട് ഇതങ്ങനെ വരും. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിന്നായി. എന്താണ്? ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ധൈര്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന്. ഇവിടെ ദാറ്റ് എന്നുള്ളത് എന്ന് പറയാം. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ധൈര്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് അവൾ വിശദീകരിച്ചു. ആരോട്? മായ എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട്. എന്നിട്ട് മായ സ്മൈൽഡ്, മായ പുഞ്ചിരിച്ചു. റിയലൈസിങ്, മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മായ പുഞ്ചിരിച്ചു. എന്ത് തിരിച്ചറിഞ്ഞുകൊണ്ട്? കണ്ടോളി. ദാറ്റ് എവ്രി ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യാത്രയും കുഡ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കുക അല്ലേ. അപ്പം ഈ വേർഡിന് മുന്നേ കുഡ് വന്നത് കൊണ്ട് ഇതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. കുഡ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കാൻ കഴിയും അല്ലെങ്കിൽ നയിച്ചേക്കാം എന്നുള്ള അർത്ഥമുണ്ട്. നയിച്ചേക്കാം. ഓക്കെ. അപ്പൊ എന്തിലേക്ക് നയിച്ചേക്കാം? ടു ലേക്ക്. ആൻഡ് എക്സിലറേറ്റിംഗ്, നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് വേർഡാണ് മക്കളെ എക്സിലറേറ്റിംഗ്. എക്സിലറേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി എക്സൈറ്റിംഗ്, വളരെ ആവേശകരമായ എന്നർത്ഥം. വളരെ ആവേശകരമായ. ബിഗിനിങ് എന്ന് പറഞ്ഞാലോ തുടക്കം അല്ലേ. എന്താണ്? ബിഗിനിങ്, തുടക്കം. അപ്പം എന്താർത്ഥം? അപ്പോൾ വളരെ ആവേശകരമായ ഒരു തുടക്കത്തിലേക്ക് ഓരോ യാത്രയും നയിച്ചേക്കാം എന്ന്. ഇവിടെ ഉണ്ടോ? ഡേറ്റ് എന്നാണ് എന്ന് പറയാം. വളരെ ആവേശകരമായ ഒരു തുടക്കത്തിലേക്ക് ഓരോ യാത്രയും നയിച്ചേക്കാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മായ പുഞ്ചിരിച്ചു അല്ലേ. അപ്പോൾ സംഭവം വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. പക്ഷെ ഈ കാണുന്ന എല്ലാ അഡ്വാൻസ്ഡ് വേർഡ്സുകളും നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ സ്റ്റോറിയിലെ ഈ കാണുന്ന കംപ്ലീറ്റ് അഡ്വാൻസ്ഡ് വേർഡ്സുകൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ പേജ് നമ്പർ 258 എന്താണ് 258 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇതുപോലെയുള്ള ഒരുപാട് വേർഡ്സുകൾ കേട്ടോ. ഒരുപാട് വേർഡ്സുകളുണ്ട്. 257, 58, 59 ഈ 3 പേജുകളിലായിട്ട് ഇതുപോലെയുള്ള അഡ്വാൻസ്ഡ് വേർഡുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വായിക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ മക്കളെ. ഫ്രീ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് അല്ലേ അർത്ഥം വെച്ച് നോക്കാം. ഓക്കെ. സോ താങ്ക് യു എവരിവൺ.